അയ്യോ മുതലാളിയോ മോനെ മൂഞ്ഞിമേടെ വെള്ളം വരണേ. മുതലാളി കണ്ടില്ല. മുഖത്ത് 2 കണ്ണ് പിറ്റേക്കണ. പിന്നെ എന്തിനാ പടക്കെ? എവിടാ നമുക്ക്? ആര്? അന്റെ മുതലാളി ചന്ദ്രു മുറിയിലുണ്ടാവും. വേഗം വണ്ടി കൊണ്ട് കടുപ്പാ. ഇന്ന് വണ്ടി കൊണ്ട് നമ്മള് പോകും. അയ്യോ മുതലാളി ചതിക്കരുത്, ഞങ്ങളുടെ കഞ്ഞിയാണ്. ഇന്ന് ആ കഞ്ഞിക്കല ഞാൻ എടുക്കും. അനക്കറിയോ 10-15,000 ഉറുപ്പ്യ ബാക്കി നിൽക്കണത്. മാസാമാസം തന്നു നിർത്തോളാ കരാറ്. കൊല്ലൊന്നായി ഒറ്റ കായ് എന്നിട്ടില്ല ഹിമാർ. ചന്ദ്രേട്ടനെ മുതലാളിക്ക് അറിയാമല്ലോ. 5-8 കൊല്ലം മുതലാളിയുടെ കൂടെ പണിയെടുത്ത ആളല്ലേ. ചന്ദ്രേട്ടൻ തരാണ്ടിരിക്കില്ല. എന്ന് എന്റെ മയ്യ തടക്കിട്ടാ തെണ്ടി തിരിഞ്ഞു നടന്നപ്പോ പിടിച്ചോണ്ടേ വളയം പിടിപ്പിച്ച നമ്മളാ. ഇന്ന് ചമ്മയോട് വേണക്കളി. അത് കൽവിലിരിക്കട്ടെ. പറമ്പറപ്പ് വണ്ടിയും തുടങ്ങിയ നിന്നെ ഒരു കൈയെന്ന് വെച്ചേ. ഒരു കൈയല്ല 2 കൈയും വെക്കാം. പക്ഷെ 2 രൂപ തരണം. ഒന്ന് അനക്കണേനാ. ജോലി ചെയ്താ കാശ് കിട്ടണം. മുതലാളിയാവുമ്പം കാശ് വാങ്ങാൻ പാടില്ലാത്ത എന്ത് ചെയ്യാം? മുതലാളിക്ക് അറിയൂ, 2-3 മാസം കഴിഞ്ഞാൽ ഞാനൊരു കുഞ്ഞിന്റെ തന്തയാ. ഒരു വീട് വെക്കണം. ഈ കല്ലും മരവൊന്നും ചിരിച്ചു കാണിച്ചാ കിട്ടില്ല. ആഹാ, അപ്പൊ ചങ്ങാതിനെ പോലെ അല്ല നീ. വീടും കൂടി നോക്കണം വിചാരണ്ട്. നാ പുടി 5 ഉറുപ്പ്യ ഉണ്ട്, ഇരിക്കട്ടെ. വളരെ സന്തോഷം. പിടിച്ചോ. തള്ളിക്കോ. ബ്രേക്കിന്ന് കാലിടും. നമ്മള് പോട്ടെ. മുതലാളിയോ? അനക്കെത്ര വാപ്പേണ്ടാ? കഴിഞ്ഞ 1-ാം തീയതി എന്റെ കുടിയിലെ ഉറുപ്പയും കൊണ്ട് വരാന്ന് പറഞ്ഞതായി. ഇന്ന് നീ വന്നോ? വണ്ടിക്ക് പണി ഒഴിഞ്ഞ നേരല്ല. ആഴ്ചയിൽ 2-3 ദിവസം വർക്ക്ഷോപ്പ്. അതല്ല ചോദിച്ചത്, ഉറുപ്പയും കൊണ്ട് ഈ വന്നോന്ന്. ഇല്ല, എന്റെ ഉണ്ടായില്ല. ആഹാ, എന്നാ വണ്ടി കൊണ്ട് നമ്മള് പോവാണ്. കൊണ്ടുപോയിക്കോ. അല്ല, അപ്പൊ നീ എങ്ങനെയാടാ കയ്യ? അത് മുതലാളി അറിയണ്ട. വണ്ടിപ്പണി മാത്രമേ എടുക്കുന്നില്ല. കൈത്തണ്ടയ്ക്ക് വില ഉള്ളിടത്തോളം കാലം ചന്ദ്രു ജീവിക്കും. നീ ചൂടാവാതടോ. പിന്നെ മുതലാളി ചൂടാവുന്നതോ? ഞാൻ നാട് വിട്ടു പോകുന്നില്ല. പോയാൽ തന്നെ വണ്ടിയുടെ ബുക്കും പേപ്പർ നിങ്ങളുടെ ഇല്ലേ? പിന്നെന്താ, കാശുണ്ടാവുമ്പോ അങ്ങ് തരും. അതല്ല നമ്മൾ പറഞ്ഞു വരുന്നത്. എനിക്കറിയാം, കുറെ നാളായല്ലോ കേട്ടു തുടങ്ങിയിട്ട്. ആ 3 സെന്റ് സ്ഥലം കൂടെ തരാനല്ലേ? അല്ല, ഈ ഒന്ന് ആലോചിച്ച് നോക്ക്. 32 സെന്റ് സ്ഥലം ഈ നമ്മക്കാണ്. ബാക്കി ആ 3 സെന്റ് സ്ഥലം കൊണ്ട് അനക്കൊരു കാര്യമില്ല. അതും കൂടി ഞമ്മക്ക് എഴുതി തന്നാല് നമ്മളെ കടം പീടിയില്ലേ? ഒന്നും വില കൂട്ടിക്കോ. പിന്നെ മാസാമാസം കായം ചോദിച്ച് നമ്മൾ എങ്ങോട്ട് വരില്ല. ബുക്കും പേപ്പർ എനിക്ക് തിരിച്ചു തരാം. എന്റെ കയ്യിലിരുന്നാല് എന്നെങ്കിലും ഇത്തിരി കായിന് ആവശ്യം വന്നാല് ഉടനെ പണയം വെക്കാലോ. ഇല്ല മുതലാളി, അത് ഞാൻ തരില്ല. നാളെ ഞാൻ എവിടെയെങ്കിലും വീണ് ചത്ത പെരുവഴി കിടന്ന് നാറരുത്. എന്റെ അച്ഛനെ അടക്കിയത് ആ മണ്ണില്ല. അവിടെ തന്നെ വേണം എന്നെ. എന്നാലേ നമ്മൾ പറഞ്ഞു അങ്ങ് മറന്നാളാ. ബാപ്പാക്ക് പറക്കണം, എന്നാലേ ബാക്കിന് വില ഉണ്ടാവും. ഹറാം പറഞ്ഞാൽ മുജിമാരെ കാട്ടണ്ട. ഇജ്ജ് എപ്പോഴും പറയല്ലോ നാട് വിട്ടു പോകൂലെന്ന്. എന്നിട്ട് ഇപ്പോൾ എന്തായി? ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ എവിടെ പോയി ഒളിച്ചാലും അന്നെ നമ്മൾ വിടുവോ? അല്ല, ഇന്റെ ഉറുപ്പ്യ തരുമല്ലയോ? ഞമ്മക്ക് ഇപ്പൊ അറിയണത്. ഇനി ഞമ്മക്ക് ഈ നടപ്പ് പറ്റൂല. അല്ലെങ്കിൽ ഞാൻ പോലീസ് കേസ് കൊടുക്കും. എന്റെ വണ്ടി കട്ടൗട്ട് ചെയ്യുന്നുണ്ട്. അന്നെ പോലീസുകാർ പിടിച്ചോണ്ട് ഇട്ടിച്ച് തൂപ്പാക്കും. ഈ എന്താണോ ഒന്നും മിണ്ടാത്തത്? അന്നെ തൊള്ളലിന്റെ നാക്കില്ലേ? നിങ്ങൾ പറയാനുള്ളതൊക്കെ പറഞ്ഞു തീർക്ക്. എനിക്കിനും ഒറ്റ വാക്കും ഉണ്ടാവില്ല. അന്നെ ഞമ്മക്ക് വെറുതിരിക്കണം. നിങ്ങളെ പറ്റിച്ച് നാട് വിട്ടു പോകുന്നൊന്നും അല്ല ഞാൻ. രവി മരിച്ചറിഞ്ഞോ നിങ്ങള്? അതൊക്കെ നമ്മൾ അറിഞ്ഞിക്കണം. മനുഷ്യന്മാര് മയ്യത്താവും. അതിപ്പോ ഒരു പുത്തരിയാ? അല്ല, അതിന് ഈ ഇവിടെ പറ്റി കിടക്കുന്ന എന്തിനാ? അത് നിങ്ങളെ ബോധ്യപ്പെടുത്തണോ? ഇത്ര കണ്ണീച്ചൊറില്ലാത്തവനാണോ നിങ്ങള്? രവിയുടെ എല്ലാ കാര്യവും നിങ്ങൾക്കറിയാം. ആ പെണ്ണും തള്ളയല്ലാണ്ട് വേറെ ആരുമില്ല അവിടെ. ജീവിതകാലം മുഴുവൻ സഹായിക്കാൻ പറ്റില്ലായിരിക്കും. പക്ഷേ അവന്റെ ഒരു ആശ, താമസിക്കാൻ ഒരു വീട്, അത് ഞാൻ നടത്തി കൊടുക്കും. അതിനുവേണ്ടിയാ കുറച്ച് ദിവസം ഇവിടെ തങ്ങിയേ. അല്ലാണ്ട് നാട് വിട്ടൊന്നുമല്ല.
വിശ്വാസം ഇല്ലെങ്കിൽ എന്നാ വണ്ടി കൊണ്ടുപോയിക്കോ. ചന്ദ്രു, ഈ പിണങ്ങിയിരിക്കുക. മോന്ത കണ്ട ചെന്നായിന്റെ മാതിരിയാ, ഉള്ളു കുട്ടികളുടെ. വാഹേ ഇത് ഇത് പൊടിയടാ. വാ, പാതിരാക്ക് മുമ്പ് എനിക്കങ്ങ് എത്തണം. വാ വാടാ. എന്നിട്ട് പെരപ്പണി തുടങ്ങിയാ നീ? തുടങ്ങി. അതിന് കുറുപ്പി വല്ലതും വേണം? വേണമെങ്കിൽ പറ. വേണ്ട, എന്റെ ഉണ്ട്. ഇവിടെ നല്ല പണിയുണ്ട്. ഈ പെരേന്റെ പണി വലിയ ഹലാക്ക് പിടിച്ചിടപാടാ. കുടിച്ചോർത്ത് നിൽക്കൂല. പിന്നെ വല്ലതും വേണ്ടി വന്ന എഴുതിയാ മതി കേട്ടാ. തള്ളണോ? അത് എന്റെ വണ്ടി. നിന്റെ വണ്ടിന്റെ വാട്ടറൊക്കെ പുതിയതാ. പോട്ടേടാ. എന്റെ മുട്ടാളത്തിനൊന്നും ഇന്നാട്ടിൽ വേണ്ടട്ടോ. വല്ലോരും തല്ലിക്കൊന്ന് പോയാലറിഞ്ഞാ ഞമ്മള് പോലും അറിയില്ല. നിങ്ങളെ തിരക്കി ഒരാൾ വന്നിരിക്കുന്നു. ആരാ? എനിക്കറിയില്ല, ഞങ്ങളുടെ കടയിലിരിക്കുന്നുണ്ട്. ആരാ ചന്ദ്രു? വല്ല പെണ്ണുംകുട്ടിയും മറ്റോ ആണോ? ചേച്ചി, ചായയുടെ കാശ്. വാപ്പട കഴിഞ്ഞപ്പോ മോനായോ? ഞാനങ്ങോട്ട് വരും. വന്നാ വണ്ടി വിറ്റിട്ടായാലും നിങ്ങളുടെ പൈസ തരും. ഞാൻ വന്നത് കാശ് ചോദിക്കാനല്ല. വാപ്പ മയ്യത്തായി. കഴിഞ്ഞ വെള്ളിയാഴ്ച. അത്താഴം കഴിച്ചിരിക്കായിരുന്നു. പെട്ടെന്നൊരു ഏമ്പക്കവും നെഞ്ചുവേദന ഉണ്ടായി. ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് കഴിഞ്ഞ്. ഒന്നും അറിയിക്കായിരുന്നില്ല. പറ്റിയില്ല. വണ്ടിയുടെ ബുക്കും പേപ്പറും ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. പണമൊക്കെ തന്നിട്ട്. അതുണ്ടാവുമ്പോ മതി. മരിക്കണതിന് മുമ്പ് വാപ്പ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ. ചന്ദ്രുവിനെ ബുക്കും പേപ്പറും ഏൽപ്പിക്കണമെന്ന്. നിങ്ങളെ വലിയ ഇഷ്ടമായിരുന്നു വാപ്പാക്ക്. ഓട്ടെ. ആരാ മരിച്ചത്? കരയ്യ?